അള്ളാഹിന്റെ മാർഗത്തിൽ ചെലവഴിക്കുക. അള്ളാഹുവിന്റെ മാർഗത്തിൽ സദഖകളായിട്ട് അള്ളാഹിന്റെ മാർഗത്തിൽ ചെലവഴിക്കുക. യബ്ന ആദം അൻഫിഖ് ഉൻഫിഖ് അലൈക്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വാക്കാണ്. മനുഷ്യരെ, നിങ്ങൾ അള്ളാഹിന്റെ മാർഗത്തിൽ ചെലവഴിക്കുക. ഉൻഫിഖ് അലൈക്, നിന്റെ മേൽ ചെലവഴിക്കപ്പെടും. നീ എത്ര കണ്ട് കൊടുക്കുന്നുവോ അതിനനുസരിച്ച് അള്ളാഹു നിനക്ക് നൽകും. മാ നഖസത് സദഖത്തുൻ മിൻ മാലിൻ, ഒരാളുടെ സമ്പത്തിൽ നിന്നും ഇന്നേ വരെ സദഖ ഒരു കുറവും വരുത്തിയിട്ടില്ല. സദഖ എത്ര കണ്ട് കൊടുക്കുന്നോ അതിന്റെ ഇരട്ടിയായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകും. തീർച്ചയായും ഒരു സംശയം വേണ്ടത്. അള്ളാഹിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നതനുസരിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല അധികരിപ്പിച്ചു കൊടുക്കും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ മിൻ യൗമിൻ യുസ്ബിഹുൽ ഇബാദു ഫീഹി ഇല്ലാ മലകാനി യൻസിലാൻ. എല്ലാ ദിവസവും രാവിലെ രണ്ട് മലക്കുകൾ ഇറങ്ങി വരും, ആകാശത്ത് ഭൂമിയിലേക്ക് ഇറങ്ങി വരും. ഫയഖൂലു അഹദുഹുമാ, അതിലൊരാൾ ദുആ ചെയ്യും, അല്ലാഹുമ്മ അഅതി മുൻഫിഖൻ ഖലഫ. രണ്ടാമത്തെ ആൾ ദുആ ചെയ്യും, അല്ലാഹുമ്മ അഅതി മുംസികൻ തലഫ. ഒരാളുടെ ദുആ, അല്ലാഹുവേ നിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്ന ആൾക്കാർക്ക് നീ പകരം കൊടുക്കണമേ. എല്ലാ ദിവസവും രാവിലെ മലക്കിന്റെ ദുആ, അതിൽ നമ്മൾ പെട്ടിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ സ്വീകാര്യമാണ്. അല്ലാഹു നിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നവർക്ക് നീ കൊടുക്കണം. അല്ലാഹുവേ നിന്റെ മാർഗത്തിൽ കൊടുക്കാതെ പിടിച്ചു വെച്ചവൻ, ആർക്കും കൊടുക്കാതെ ഞാൻ ഉണ്ടാക്കിയ സമ്പത്ത് എന്റേത് മാത്രം എന്ന നിലയിൽ ഇങ്ങനെ കെട്ടിക്കൂട്ടി വെച്ചവൻ, തലഫ, അവന്റെ സമ്പത്തിന് നാശം വരുത്തണേ. മലക്കിന്റെ ദുആ, എല്ലാ ദിവസവും മലക്ക് നമ്മുടെ സമ്പത്തിനെതിരെ ദുആ ചെയ്യുന്നത് ആലോചിച്ച അവസ്ഥ. ആരെയും കൊടുക്കാതെ കെട്ടിക്കൂട്ടി വെച്ചുകൊണ്ട് സമ്പത്തിനെതിരെ മലക്കിന്റെ ദുആ ഓരോ സുബഹിക്ക് ശേഷവും. കൊടുക്കുന്ന ആളാണെങ്കിലോ നിത്യമായിട്ട് മലക്ക് ദുആ ചെയ്യും ഓരോ ദിവസവും രാവിലെ, അല്ലാഹുവേ അവൻ നീ പകരം കൊടുക്കണേ, പകരം കൊടുക്കണേ. നമുക്ക് ഇരട്ടിപ്പിച്ച് അല്ലാഹു നൽകും. കൊടുക്കാതെ കെട്ടിപ്പൂട്ടി വെക്കുന്നവൻ ഓരോ ദിവസവും രാവിലെ മലക്കിന്റെ ശാപ പ്രാർത്ഥന, അല്ലാഹു അവന്റെ സമ്പത്തിനെ നശിപ്പിക്കണേ. അപ്പോ ആറാമത്തെ എന്താണ്? അള്ളാഹിന്റെ മാർഗത്തിൽ ചിലവഴിക്കുക.